എൻ്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ എൻഡാണ് എക്സാം ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ എക്സാമൊക്കെ ഞാൻ വളരെ പഠിച്ച് കഷ്ടപ്പെട്ടിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മയുള്ള സമയത്ത് പഠിക്കുന്നു പറയുമ്പോൾ എനിക്ക് പഠിത്തത്തിൻ്റെ അത്ര സീരിയസ്നെസ് ഇല്ല. കാരണം പുറകെ നടന്ന് പറയാൻ ആളുണ്ടായിരുന്നു. പക്ഷെ അത് ആളില്ലാതായപ്പോൾ ആൾക്ക് വേണ്ടിയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണം, അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു സാധനം എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെയാണ് എനിക്ക് സ്വന്തമായിട്ട് ഉമ്മ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഉമ്മ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് പല കാര്യങ്ങളിലും ഉമ്മ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എൻ്റെ ചുറ്റുമുള്ള പലരും അവരുടെ പല അഭിപ്രായങ്ങളും എൻ്റെ ലൈഫിലേക്ക് അവളുണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞേനെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യണം എന്ന് പോലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും പലരും പല സമയങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഒരിക്കലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടോ, പക്ഷെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ അഭിപ്രായങ്ങൾ ഈ ഒരു ഡയലോഗ് കൂടി പറയും. അതായത് നിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു അങ്ങനെ പറയും. ചിലത് ഉമ്മയത് അങ്ങനെ അല്ലെങ്കിലും ഞാനും മിണ്ടാതെ അക്സെപ്റ്റ് ചെയ്തു. ആദ്യമൊക്കെ നല്ല വിഷമമായിരുന്നു, പിന്നെ അതിനോടൊക്കെ നമ്മളങ്ങ് യൂസ്ഡിറ്റ് പോയി. പക്ഷേ ഇപ്പോൾ ഉമ്മിക്ക് എന്നൊക്കെ പറയണേ ഭയങ്കര ഷോപ്പ് ഹോളിക്കാണ്. അതെപ്പോഴും ഷോപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങാണ്. ഹാമറിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ബൊക്കയ്ക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ ഒക്കെ നമുക്ക് കുറേ അലഞ്ഞ് തിരിയേണ്ട സമയമുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഉമ്മി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ വന്നേനെ. കാരണം ഉമ്മിക്ക് അത് ഇഷ്ടവുമാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ വരികയും ചെയ്തു. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഉമ്മ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകായിരുന്നു. ലൈക്ക് നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്യായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റൂം വൃത്തിയാടും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ടയേർഡാണ്, ഞാൻ അപ്പം തന്നെ ഉറങ്ങും. നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റാലും ഞാൻ തന്നെ ചെയ്യണം. പക്ഷെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരു 10,000 ചീത്തയും പറഞ്ഞിട്ട് ഉമ്മ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ എൻ്റെ പല കാര്യങ്ങൾക്കും ആളെന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് മാത്രമേ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ സപ്പോർട്ട് ചെയ്യും. ഒരു ലോഡ് ഞാൻ ചീത്തയും കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരു യുദ്ധം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുമായിരുന്നു. ഇപ്പം എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് ആൾ കാണുന്നുണ്ടാവും എവിടെയെങ്കിലും ഇരുന്നിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.